റമദാനിലെ ഫാസ്റ്റിംഗ് പകുതിയിലധികം കഴിഞ്ഞു. ഇനി പ്രധാനപ്പെട്ട കുറച്ച് ദിവസങ്ങളും കൂടെയാണ് ബാക്കിയുള്ളത്. നമ്മുടെ നാട്ടിലും GCCയിലെ പല സ്ഥലങ്ങളിലുമൊക്കെ റമദാൻ ഒരു ഉത്സവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. റമദാൻ ആഘോഷ രാവുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ പട്ടിണിയും ദാരിദ്ര്യമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ശരീരത്തിന് ഭക്ഷണത്തിൽ നിന്നും ഒരു റെസ്റ്റ് കൊടുക്കാനുള്ള ഒരു സമയമാണ് റമദാൻ എന്ന് പറയുന്നത്. ഒരുപാട് ആൾക്കാർ റമദാനിൽ വെയിറ്റ് കുറച്ചിട്ടുണ്ട്, ഭക്ഷണം നല്ല രീതിയിൽ നിയന്ത്രിച്ചു വരുന്നുണ്ട്. അതുപോലെ ഇനി വരുന്ന ദിവസങ്ങളിൽ നല്ല രീതിയിൽ ഭക്ഷണം നിയന്ത്രിച്ചുകൊണ്ട് റമദാനിൻ്റെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് നേടിയെടുക്കാൻ എല്ലാവരും ശ്രമിക്കണം. മിതമായ രീതിയിൽ മാത്രം ഭക്ഷണം കഴിക്കുക, നല്ലവണ്ണം വെള്ളം കുടിക്കുക. റമദാൻ ഫാസ്റ്റിംഗ് കാരണം നമുക്ക് ലിവറിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ഫാറ്റ് റിമൂവ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഫാറ്റി ലിവർ കുറയും, ബ്രെയിനിന് നല്ല റിലാക്സേഷൻ കിട്ടും. നമ്മുടെ കിഡ്നിയിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ്, അതുപോലെ തന്നെ കാൽഷ്യം കാർബണേറ്റ് ഒക്കെ സ്റ്റോൺസ് ഒക്കെ വരാൻ സാധ്യതയുള്ളത് വെള്ളം നന്നായി കുടിക്കുന്നതോടുകൂടി ഫ്ലഷ് ഔട്ട് ചെയ്തിട്ട് പോകാൻ സാധ്യതയുണ്ട്. കിഡ്നി സ്റ്റോൺ ക്ലിയർ ആവാൻ സാധ്യതയുണ്ട്. വയറിന് ആമാശയത്തിൻ്റെ അസുഖങ്ങൾ മാറാനൊക്കെ സാധ്യതയുണ്ട്. അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഇനി വരുന്ന ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും.